മെനാർക്കി അഥവാ ആദ്യത്തെ ആർത്തവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ഗ്രോത്ത് സ്പേർട്ട്, ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, പ്യൂബിക് ആൻഡ് ആക്സിലറി ഹെയർ തുടങ്ങിയ എല്ലാ ചേഞ്ചസിനും ശേഷം അവസാനം വരുന്ന ചേഞ്ചാണ് മെനാർക്കി. ഇത് അഡോളസൻസിന്റെ ഭാഗമായി വരുന്ന ഒരു ചേഞ്ചാണ്. ആൻഡ് ഇറ്റ്സ് എ പീരീഡ് ഓഫ് കൺഫ്യൂഷൻ. നമ്മൾ ബാല്യം കഴിയുകയും ചെയ്തു, എന്നാൽ യൗവനത്തിൽ എത്തിയിട്ടുമില്ല. അതിനുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ് ഈ ഒരു അഡോളസൻ പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ടീനേജ് എന്ന് പറയും. 11 to 19 ഇയേഴ്സിലാണ് നമ്മൾ സാധാരണ ഈ കണക്കാക്കുന്നത്. ശരീരത്തിൽ വരുന്ന പലതരം മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആകാംക്ഷ, ഇതിനെ കൂടാതെ മെനാർക്കി അഥവാ ബ്ലീഡിങ് തുടങ്ങുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെ ഈ പീരീഡ് ഒരു പീരീഡ് ഓഫ് കൺഫ്യൂഷൻ ആണ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമായ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത് ആർത്തവ ശുചിത്വമാണ്. മെൻസസ് തുടങ്ങിയ സമയത്ത് കുട്ടികൾക്ക് കൃത്യമായി ഇത് വന്നുകൊള്ളണം എന്നില്ല. സാധാരണയായി മെൻസസ് എന്ന് പറയുന്നത് എല്ലാ 25-നും 35-നും ഇടയിൽ വരുന്ന ഒരു ചാക്രിക ഒരു പ്രക്രിയയാണ്. അതിൽ 3 തൊട്ട് 7 വരെ ബ്ലീഡിങ് വരാം. ഇത് കൃത്യമായി വന്നുകൊള്ളണമെന്നില്ല. പീരീഡ് തുടങ്ങുന്ന സമയത്ത് വല്ലാണ്ട് ഇറഗുലാരിറ്റി വരികയാണെങ്കിൽ നമ്മൾ ബ്ലഡിൻ്റെ ചെക്കപ്പ് ഒക്കെ ചെയ്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. ഈ സമയത്ത് കുട്ടികൾക്ക് ശുചിത്വം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാഡുകൾ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ കൃത്യമായ ഇടവേളകളിൽ മാറ്റാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം, പ്രത്യേകിച്ച് സ്കൂളിൽ. അത് പാഡുകൾ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംവിധാനവും സ്കൂളുകളിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ വ്യക്തി ശുചിത്വം പാലിക്കുക, കുളിക്കുക, നഖം വെട്ടുക, പ്യൂബിക് ഏരിയയിലുള്ള അതായത് ഗുഹ്യഭാഗങ്ങളിലുള്ള രോമത്തിൻ്റെ വളർച്ച നിയന്ത്രിക്കാനായിട്ട് അത് കട്ട് ചെയ്ത് ചെറുതാക്കി വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കൂടാതെ നമുക്ക് വരുന്നത് ധാരാളം വെള്ളം കുടിക്കുക, ഫാറ്റ് കണ്ടന്റ് കുറവുള്ള ഫുഡ് കഴിക്കുക, പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കുക, കഫീൻ, പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക, മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം. ഈ സമയത്ത് വരുന്ന ഒരു പ്രധാന വേറെ പ്രശ്നം എന്ന് പറയുന്നത് പെയിൻ ആണ്. പെയിൻ കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സസൈസും ചെറിയ തോതിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാം. ഹോട്ട് വാട്ടർ ബാഗ് ഉപയോഗിക്കാം. ഇതുകൊണ്ടൊന്നും മാറുന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം കുട്ടികൾക്ക് ചെറിയ അളവിലുള്ള വേദന സംഹാരികൾ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സൈക്കോളജിക്കലി, അതായത് കുട്ടിയുടെ പീരീഡ് ഓഫ് കൺഫ്യൂഷൻ ആണ് ഈ സമയം എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയാം.